മുസ്ലിം മാതാപിതാക്കൾ വിവാഹം എന്ന വയ്യാവേലി കെണിയിലേക്ക് പെൺകുട്ടികളെ തള്ളിവിടാൻ രാജ്യത്തിന്റെ നിയമ സംവിധാനം 18 വയസ്സാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ദിവസവും മണിക്കൂറും ആഴ്ചകളും മാസങ്ങളും മിനിറ്റുകളും എണ്ണിക്കാത്തിരിക്കുവാണ് മറ്റൊരുത്തന്റെ തലയിലേക്ക് പെൺകുട്ടികളെ നിർബന്ധിപ്പിച്ച് കെട്ടിച്ചു വെക്കാൻ. 19 വയസ്സു മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ഇവർ വിവാഹം കഴിപ്പിച്ചയച്ചു. 19 വയസ്സ്. 2 മാസം ആ പെൺകുട്ടി അനുഭവിച്ച തീരാവേദനകൾക്കൊടുവിൽ അത് ആത്മഹത്യ ചെയ്യുന്നു. അതിനെ പഠിപ്പിച്ചാൽ പോരായിരുന്നോ? അതിനിഷ്ടമുള്ള ഒരു ജീവിതം അതിന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൂടിയിരുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ ഈ കൊച്ചിനെ വിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണം, വിൽപ്പനയാണിത്, പെണ്ണ് കച്ചവടമാണിത്. നമ്മൾ ഒരു പശുവിനെ വാങ്ങിയാൽ, ഒരു കാളയെ, ഒരു മൃഗത്തിനെ, ഒരു ആടിനെ, അതല്ലെങ്കിൽ ഒരു കോഴിയെ വാങ്ങിയാൽ അതിന്റെ കാട്ടം വരെ വിൽക്കുന്ന ഈ കാലത്ത് പെൺകുട്ടിയെ വിറ്റാൽ, പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ അതിനങ്ങോട്ട് പണവും സ്വർണവും വസ്തുവകകളും കാറുമൊക്കെ വിലപേശി അവർ വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനേക്കാൾ എത്ര നല്ലതാണ് അതിന്റെ പകുതി കൊടുത്ത കൊച്ചിനൊരു ജോലി ശരിയാക്കി കൊടുക്കുന്നത്, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുന്നത്, ആരെയും കൂസാതെ അത് അന്തസ്സായിട്ട് സാമർഥ്യത്തോടുകൂടി ഫിനാൻഷ്യൽ ഫ്രീഡം നേടി സ്വയം പര്യാപ്തയായിട്ട് ജീവിക്കുമല്ലോ. കഴിഞ്ഞ ദിവസമാണ് ഒരു ഉസ്താദിന് കല്യാണം ആലോചിച്ച 18കാരി ജീവൻ ഒടുക്കിയത്. പെൺകുട്ടിയല്ലേ ജീവിക്കേണ്ടത്, അവളുടെ ഇഷ്ടമല്ലേ ഇവിടെ നോക്കേണ്ടത്. ഒരുത്തി മുലയുരച്ചൊരുത്തനെ കൊന്നിട്ട് ദാ വീണ്ടും വന്നിരുന്ന് വായാടിത്തരം പറയുന്നുണ്ട്. ഞാൻ ഇനിയും ആൾക്കാരെ മുലയുരച്ചു കൊല്ലും, ആയുധം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അവൾ ഇറങ്ങിയിട്ടുണ്ട്. അവളെ പേടിച്ച് ബസ്സിലൊക്കെ പുരുഷന്മാർ ഓടി രക്ഷപ്പെടുവാണ് അവളെ പേടിച്ചിട്ട്. ഇപ്പൊ അവൾ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ബലൂണുകളില്ല അവളുടെ കയ്യില്. കണ്ടു. അതിനകത്തുള്ള പോരായ്മകൾ, ഞാൻ മതം വിട്ട് പുറത്തു പോയിട്ടും എന്നെ അവര് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ, ഈ ചക്കര മതം ഉപേക്ഷിച്ച ഞാൻ നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് നിരന്തരം അത് പറഞ്ഞിട്ട് വേട്ടയാടുന്നതിന്റെ പേരിലാണ്. അല്ല, ഇതൊരു തരം വൈറസ് ആണ്, ഇത് ക്യാൻസർ ആണ് എന്ന് പറയാനുള്ള കാരണം അതാ. ഇസ്ലാം എന്ന മതം ക്യാൻസർ ആണ് എന്ന് വെറുതെ പറയുന്നതല്ല. ആ ഭാഗം അങ്ങനെ എങ്ങാനും നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ക്യാൻസർ ഉണ്ടായാൽ അത് മുറിച്ചു മാറ്റുന്നത് പോലെ ഇസ്ലാമിലെ ഇത്തരം വൈകൃത ചിന്തകൾ നമ്മുടെ മനസ്സുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മലിനമാകുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോ നോക്കിക്കോ, നമ്മുടെ നാട്ടില് ഏതെല്ലാം രൂപത്തിലുള്ള ഭീകരാക്രമണങ്ങളും കൊള്ളയും കൊലയും ബലാത്കാരവും തട്ടിപ്പും വെട്ടിപ്പും, മയക്കുമരുന്നും കഞ്ചാവും ലഹരിയും മലദ്വാർ ഗോൾഡും ഇതൊക്കെ സംഭവിക്കുമ്പോൾ പ്രതികളായിട്ട് പിടിക്കപ്പെടുന്നതിലധികവും മുസ്ലിം നാമധാരികൾ. എല്ലാ തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കു പിന്നിലും എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ പേര് വരുന്നത് എന്നതാണ് ചോദ്യം. ഇത് തന്നെ വർഷങ്ങൾക്കു മുമ്പ് അബ്ദുൽ നാസർ മദനി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ KT ജലീൽ നിയമസഭയിലും പറഞ്ഞു. എല്ലാ അക്രമങ്ങൾക്കും പിടിക്കപ്പെടുമ്പോൾ ഒരു മുസ്ലിം നാമധാരി വരുന്നു പ്രതിയായിട്ട്. മദ്രസകളിൽ നിന്നും മതപരമായ പഠനവും പരലോകത്തെ കുറിക്കുന്ന വിജ്ഞാനവും ലഭിച്ചിട്ട് നാളെ നമ്മൾ എന്ത് തെറ്റെന്ന് ചെയ്താലും നാളെ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടും, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതസമുദായം എങ്ങനെയാണ് ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നത് എന്നാണ് KT ജലീൽ വേദനയോടെ ചോദിച്ചത്. എന്നിട്ട് മലദ്വാർ ഗോൾഡ് തെറ്റാണ്, അത് ഹറാമാണ് എന്ന് പാണക്കാട് തങ്ങൾ അവിടെ നിന്ന് ഒരു മതവിധി പുറപ്പെടുവിക്കണമെന്ന് KT ജലീൽ പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മുടെ രാജ്യം അവരുടെ കോൺസെപ്റ്റിൽ ഇതൊരു ശരീഅത്ത് രാജ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ വേണ്ടത് ശരീഅത്ത് നിയമമാണ് എന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചു. നിങ്ങൾ പറയുന്നത് പോലെ ഈ രാജ്യം ജനാധിപത്യമല്ല. അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു നിയമമില്ല. അതുപോലെ മലദ്വാർ ഗോൾഡ് തെറ്റാണ് എന്ന് അവിടെ നിന്ന് വിധി പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങൾ ആരാ? കാര്യം മനസ്സിലായില്ലേ?
സംഘത്തെ ഏറ്റുമുട്ടലിലൂടെ വധിച്ച പോലീസ് വ്യവസായിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഘത്തിലെ 4 പേരാണ് വെടിയേറ്റ് മരിച്ചത്. അക്രമി സംഘത്തിലെ മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഏറ്റുമുട്ടലിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും വെടിയേറ്റിട്ടുണ്ട്. നന്ദനുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. നന്ദൻ, എന്താണ് ഹരിയാനയിൽ സംഭവിച്ചത്? കൊട്ടേഷൻ സംഘത്തെ ഏറ്റുമുട്ടലിൽ വധിച്ചിരിക്കുകയാണ് പോലീസ്. അപ്പോൾ UP-ക്കൊക്കെ പിന്നാലെ വീണ്ടും ഹരിയാനയിൽ ഒരു എൻകൗണ്ടർ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, പണം ആവശ്യപ്പെട്ട് ക്രിമിനൽ സംഘത്തിൽ നിന്നും ഒരു പ്രമുഖ വ്യവസായിക്ക് നിരന്തരം ഭീഷണി കോളുകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ആയുധങ്ങളുമായി സ്കോർപിയോ കാറിലെത്തിയ 5-അംഗ സംഘം വ്യവസായിയുടെ വീടിന് നേരെ പരസ്യമായി വെടിയുതിർത്തത്. കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. കണ്ടോ, നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ ആർമിയും അന്വേഷണ ഏജൻസികളും നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പണം കൊണ്ടുപോകുന്നത് ഇവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ്. എത്രയെത്ര വിലപ്പെട്ട ജീവനുകളാണ് ഈ മേഖലയിൽ പൊലിഞ്ഞു പോകുന്നത് എന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ രാജ്യം എപ്പോഴാണ് സുരക്ഷിതമായി മാറുന്നത്? ഇവരെ എങ്ങനെ തളയ്ക്കാമെന്ന് ചിന്തിക്കുമ്പോഴാണ്. ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു രൂപത്തിലുള്ള തെമ്മാടിത്തരങ്ങളും ഇവരാരും എടുത്തു പറയുന്നില്ല. ഇനിയും ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഇവര് കാണിച്ചു കൂട്ടുന്ന രാജ്യവിരുദ്ധതകളോ അതല്ലെങ്കിൽ ഈ കാണിക്കുന്ന അന്യമത വിരോധങ്ങളോ കാഫിറുകളോടുള്ള ഇവരുടെ ഇത്തരം മതം മാറ്റ പ്രവണതയോ കൊള്ളയോ കൊലയോ ആരെങ്കിലും എതിർത്താൽ അവരെ ഇവർ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മുസ്ലിം യുവാക്കൾ ഇത്തരം കൊള്ളരുതായ്മകൾക്കെതിരെ, ഇത്തരം രാജ്യവിരുദ്ധർക്കെതിരെ ശക്തിയുക്തം പ്രതിരോധിച്ച് രംഗത്ത് വരുന്നുണ്ട്. സഹി കെട്ടിട്ടാണേ. സൗണ്ട് ഇല്ല. മരിച്ചത് ഇന്നലെ വൈകുന്നേരമാണ്. തിരുവനന്തപുരം വർക്കലയിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. റാത്തിക്കൽ സ്വദേശിനി നാസിയയാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് നാസിയയെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വെറും 19 വയസ്സായിട്ടുള്ളൂ ഈ ഒരു കുട്ടിക്ക്. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. 19 വയസ്സായിട്ടുള്ള ഈ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം ആയപ്പോഴേക്കും ഈ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സ് അത്രത്തോളം തകർന്നടിഞ്ഞത് കാരണം കൊണ്ടായിരിക്കണം ആ ഒരു കുട്ടി ആത്മഹത്യ മാത്രമേ എന്റെ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞ് കരുതിയിട്ട് അവൾ ഒരു പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലേ? ഈ 19 വയസ്സുള്ള കുട്ടിയെ ഇവര് കെട്ടിച്ചു. 2 മാസമേ ആയുള്ളൂ. 1 മാസം പോലും ആയിട്ടില്ല. ഒരു മതപണ്ഡിതനുമായിട്ട് വിവാഹം ഉറപ്പിച്ചതിന്റെ പേരില് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് ഈ കുട്ടിയുടെ ഇഷ്ടവും അനിഷ്ടവും താല്പര്യവും ഒക്കെ നോക്കണ്ടേ? 19 വയസ്സുള്ള കുട്ടിക്ക് പഠിക്കണ്ടേ? ഇവര് പെണ്ണായിട്ട് ജനിച്ചു എന്നതിന്റെ പേരില് പെട്ടെന്ന് തന്നെ പിള്ളാരെ പിടിച്ചങ്ങ് കെട്ടിച്ചു വിട്ട് തലയിൽ നിന്നും കെട്ടുദോഷം ഒഴിവാക്കി വിടുന്ന ഈ മാതാപിതാക്കൾ ഉണ്ടല്ലോ, അവരെ പിടിച്ചിട്ടാണ് ശരിക്കു പറഞ്ഞാൽ ശിക്ഷിക്കേണ്ടത്. അവര് കാരണമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഗതി വരുന്നത്. ഈ 2 മാസം കൊണ്ട് ഒരു 19-കാരിയുടെ മനസ്സിനെ താങ്ങാൻ സാധിക്കുന്നതിനപ്പുറം വേദനകള്, മനോവേദന സഹിക്കാൻ വയ്യാത്തതിന്റെ പേരിലല്ലേ ആ പെൺകുട്ടി മരിക്കാൻ തീരുമാനിക്കുന്നത്. അതിന്റെ സ്വപ്നങ്ങൾ, അതിന്റെ പ്രതീക്ഷകൾ, അതിന്റെ ആഗ്രഹങ്ങൾ, അതിന്റെ ഇഷ്ടങ്ങൾ, അതിന്റെ ജീവിതമൊക്കെ ബലി കൽപ്പിച്ചത്, ബലി കഴിക്കേണ്ടി വന്നത് ഈ മാതാപിതാക്കളുടെ രീതി കാരണമല്ലേ? അല്ലെ? കൊച്ചിന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുമായിരിക്കും. ആ കൊച്ചിന് ഒത്തിണങ്ങിയ രൂപത്തിലുള്ള ഒരു പുരുഷനോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ജീവിതമോ ആയിരിക്കില്ല കിട്ടിയത്. ഇനി കെട്ടിച്ചു വിട്ടു എന്ന് വിചാരിച്ചോ? ഈ പെൺകുട്ടികളെ അതോടുകൂടി പടിയടച്ച് പിണ്ടം വെക്കുന്ന ഒരു രീതിയാണ് നമ്മുടെയൊക്കെ മുസ്ലിം കുടുംബങ്ങളിൽ പൊതുവെ കണ്ടുവരുന്നത്. കാരണം നമുക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്, കൊച്ചിന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാം. പക്ഷേ ഒരു 19-കാരിയുടെ മാനസിക നില നമ്മൾ ചിന്തിക്കണം. നമ്മുടെയും ഒക്കെ വീട്ടില് അതേ പ്രായത്തിലൊക്കെയുള്ള കുഞ്ഞുങ്ങളുള്ളതല്ലേ? വീടുകളിൽ നിന്നും നല്ല രൂപത്തിലുള്ള പിന്തുണ ലഭിക്കണം കുട്ടികൾക്ക്. ഇപ്പോ ഇവരുടെ വീട്ടിലുള്ള മാതാപിതാക്കളോ സഹോദരങ്ങളോ ബന്ധുക്കളിൽ ആരെങ്കിലുമോ ഈ കൊച്ചിന്റെ വേദനയ്ക്ക് ഒപ്പം നിൽക്കാനും നല്ല ഒരു ശ്രോതാവാകാനും ഒന്ന് സമാധാനിപ്പിക്കാനും ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞ് നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. എന്തെങ്കിലും കല്യാണം കഴിച്ച വീട്ടിൽ എന്തെങ്കിലും രൂപത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇവരെന്താ പറയാന്നറിയാമോ? അത് നിന്റെ വീടാ. ഇന്നു മുതൽ ഇതല്ല നിന്റെ വീട്, അതാണ് നിന്റെ വീട്. അതുകൊണ്ട് എന്തു വന്നാലും സഹിക്കണം. പുരുഷന്മാർ ചെളി കാണുന്നിടത്ത് ചവിട്ടും, വെള്ളം കാണുന്നിടത്ത് കഴുകും. അതുകൊണ്ട്
അവിടെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കണം. എല്ലാവരും പച്ച പരവതാനി വിരിച്ച ജീവിതത്തിലേക്കൊന്നുമല്ല വന്നത്. എന്നിട്ട് ഉമ്മ എന്ത് ചെയ്യും? ഉമ്മ സഹിച്ചു വന്ന കഷ്ടപ്പാടുകൾ എടുത്ത് ഈ കൊച്ചിനോട് അങ്ങോട്ട് പറയും. അപ്പോ എനിക്ക് ബന്ധം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനോ? അള്ളാഹുവിന്റെ സിംഹാസനം ഇരുന്ന് കുലുങ്ങത്തില്ലേ? ഇതൊക്കെ പറയാം. ഈ കൊച്ചിനെ അവിടെ തളച്ചിട്ടിട്ട് അള്ളാഹുവിന് ആ സിംഹാസനത്തിൽ അമർന്നിരിക്കണമെന്ന് എന്തായിട്ട് നിർബന്ധം? ഇറങ്ങി പോകാൻ പറ. അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കോളാൻ പറ. വല്ല കണ്ടത്തിലും ചാടി ചത്തോളാൻ പറ. ഈ പെൺകുട്ടികളെ ഈ ദുരിത കയത്തിനകത്തിട്ടിട്ട് ഈ പെൺകുട്ടികൾ വറചട്ടിയിൽ നിന്നും എരിതിയിലേക്ക് എന്നതുപോലെ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത് കണ്ടാൽ മാത്രമേ അള്ളാഹുവിന്റെ ആ കസേര ഉറച്ചു നിൽക്കത്തുള്ളെങ്കിൽ ബോംബിട്ട് തകർക്കാൻ പറ. അത്രയും നാണം കെട്ട, ഗതിയില്ലാത്ത, കഴിവില്ലാത്ത ഒരു പിഴച്ചോൻ ആ കസേരയിൽ ഇരിക്കാൻ അർഹനല്ലെന്ന് പറ. അതല്ലെങ്കിൽ താങ്ങി നിൽക്കുന്ന മലക്കുകളുടെ കൈയും കാലും തല്ലി ഓടിക്കാൻ ഒരു സംവിധാനം ഉണ്ടാകട്ടെ. നമ്മൾ ഡിവോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ മതപുരോഹിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതാ. അപ്പോൾ ആത്മഹത്യ എന്തിനെങ്കിലും ഒരു പരിഹാരമാണോ? അല്ല. പക്ഷേ 19കാരിക്ക് ഒരു പക്ഷേ വേണ്ടുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു മാനസിക സപ്പോർട്ട് അവരുടെ വീടുകളിൽ നിന്നും ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ കുഞ്ഞങ്ങനെ ചെയ്യുമായിരുന്നില്ല. സഹി കെട്ടിട്ടാണ് വിവാഹം കഴിഞ്ഞ് 2 മാസത്തിനിടയിൽ ആ പെൺകുട്ടി ജീവനൊടുക്കാൻ ശ്രമിക്കണമെങ്കിൽ ആ ഭർത്താവ് ഈ പെൺകുട്ടിയെ, ആ ഭർത്താവിന്റെ വീട്ടുകാരി പെൺകുട്ടിയെ എത്രമാത്രം ദ്രോഹിച്ചിരിക്കുന്നു. അവർ ഈ പെൺകുട്ടിയുമായിട്ട് മാനസിക ബന്ധമില്ലാത്തവരാണെന്ന് പറയാം. ഇതിനെ പ്രസവിച്ചു വളർത്തിയ മാതാപിതാക്കൾ എന്തുകൊണ്ട് ഈ കൊച്ചിന്റെ ക്ഷേമം അന്വേഷിക്കുകയും ഇതിന്റെ മാനസിക പ്രയാസങ്ങൾക്ക് പിന്തുണ നൽകി കൂടെ നിൽക്കുകയും ചെയ്തില്ല? അപ്പോൾ ആ കൊച്ചിനെ കൊലക്കയറിലേക്ക് തള്ളിവിട്ടതിന് പിന്നിൽ ഇവരൊക്കെ ഒരു ഫാക്ടറാണ്. അനുഭവസ്ഥയായതുകൊണ്ടാണ് പറയുന്നത്. പടർന്നടിഞ്ഞത് കാരണം കൊണ്ടായിരിക്കണം ആ ഒരു കുട്ടി ആത്മഹത്യ മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ എന്ന് ഇവിടെ കരുതിയിട്ട് അവൾ ഒരു പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലേ? അതിന്റെ ബാക്കിൽ കുറെ കാര്യങ്ങൾ ചിന്തിക്കാണ്ടാവും. ഒരു പക്ഷെ ആ പെൺകുട്ടി ചിലപ്പോൾ കല്യാണത്തിന് എതിർത്തിട്ടുണ്ടാവും. എനിക്കിപ്പോ തന്നെ കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണം, എനിക്ക് ജോലിക്ക് ഇവിടെ പോകണം, 10 രൂപ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു പക്ഷെ സ്വന്തം പേരക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പേരക്കാർ അതിന് സമ്മതിക്കാതെ പേരക്കാരുടെ നിർബന്ധത്തിന് ഇവിടെ വാങ്ങി ഇവിടെ കൊടുത്തതായിരിക്കാം. പേരക്കാരുടെ നിർബന്ധത്തിന് വാങ്ങി കൊടുത്തിട്ട് എന്ത് ചെയ്തായിരിക്കും? പേരക്കാർക്കും വേണ്ടിയിട്ട് കല്യാണം കഴിച്ചതായിരിക്കാം. അങ്ങനെയൊക്കെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വിടുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഭർത്താവിന്റെ പേരിൽ എന്ത് സമാധാനമായിരിക്കും ഉണ്ടാവില്ലേ? ഒന്ന് ആലോചിക്കും, 19 വയസ്സാണ്. ഇത് 98 അതല്ലാതെ 85 75 കാലൊന്നല്ലല്ലോ. ഇന്ന് 19ാമത്തെ വയസ്സിൽ തന്നെ കല്യാണം കഴിപ്പിച്ചാൽ ചെറുപ്രായമാണ്. പഠിക്കണ പ്രായമാണ്. ജോലി ചെയ്യുന്ന പ്രായമാണ്. പഠിക്കണ പ്രായമാണ് മെയിന്. പഠിക്കണ പ്രായം. അപ്പൊ പഠിക്കാൻ വേണ്ടിട്ട് കിതാബിനെ സംബന്ധിച്ചിടത്തോളം ഈ പെണ്ണാരാ? നിസാഉക്കും ഹർസുൻ ലക്കും ഫാതു ഹർസക്കും അന്നാശിതും. കൃഷിയിടമല്ലേ? അവന് കൃഷി ചെയ്യാൻ അവള് കിടന്നു കൊടുക്കണം. മലർത്തി കിടത്തിയോ ചരിച്ച് കിടത്തിയോ ഈ അബൂബക്കർ കാസിമി ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. നല്ലൊരു സെക്സ് ക്ലാസ് കിട്ടിയേനെ. പഠിപ്പിക്കേണ്ടുന്ന സമയത്ത് പെൺകുട്ടികളെ പഠിപ്പിച്ച് സ്വയം പര്യാപ്തരാക്കി ഫിനാൻഷ്യൽ ഫ്രീഡം നേടിക്കൊടുക്കേണ്ടതിന് പകരം ആ പെൺകുട്ടികളെ അവർക്ക് താല്പര്യമില്ലാത്ത ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് പിന്നീട് ഫോണും ഓഫാക്കി വെച്ച് ആ വീടുകളിലേക്ക് പോകാതെ ആ പെൺകുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കാതെ അവരുടെ വേദനകളിൽ ഒപ്പം നിൽക്കാതെ അവരെ കൊലക്കയറിലേക്ക് തള്ളിവിട്ടതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് മോങ്ങിയിട്ട് എന്താ കാര്യം? മതം പഠിപ്പിക്കുന്നത് എന്താ? മുമ്പ് വിവാഹപ്രായം നീട്ടുന്ന ഒരു നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിൽ ഒരു ആലോചനയും അങ്ങനെ ചില തീരുമാനങ്ങളും ഒക്കെ വരുന്നതിനോട് മുന്നോടിയായിട്ട് അലിയാർ കാസിമി വന്നിട്ട് പറയാണ്, 18 വയസ്സ് മൂത്തില്ല പോലും, 18 ആവാൻ കാത്തിരിക്കുക ഓടാന്, കെട്ടിച്ചു കൊടുക്കാന്. വേറെ ഒരു ഉസ്താദ് വന്നിട്ട് ഒരാൾ വന്നിട്ട് എന്നോട് പറയുന്നു, മുസ്ലിം കുടുംബങ്ങളിലെ ആളുകൾക്ക് കിലോ കണക്കിന് മിച്ചറും ചിപ്സും പാൽച്ചായയും ഒക്കെ നഷ്ടപ്പെടുന്നു. ഒരുപാട് പേര് വന്ന് പെണ്ണ് കണ്ടു പോകുന്നു. പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. പെൺകുട്ടികൾക്ക് പഠിക്കണം പോലും, അവർക്ക് വിവാഹം ഇപ്പൊ വേണ്ട പോലും, ജോലി വേണം. ആക്ഷേപിച്ചിട്ട് പറയാം. അവര് ലോക പരിജ്ഞാനമുള്ളത് കൊണ്ട് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തനിക്ക് പഠിച്ചൊരു ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ഇവരെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ്.
കാരണം പേറിയന്ത്രമാണ് ഇവർക്ക് വേണ്ടത്. ഇപ്പൊ തന്നെ എന്തിനീ 19ാമത്തെ വയസ്സിൽ തന്നെ എന്തിനാണ് ഇതേമാതിരി ഓരോ പെൺകുട്ടികളുടെയും ഇഷ്ടമില്ലാതെ ഓരോ പെൺകുട്ടികളെയും അടിച്ചേൽപ്പിച്ച് കണ്ടിപ്പിക്കാണ്ട് കല്യാണം വിവാഹം കാര്യങ്ങൾ. ഇസ്ലാം ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാ? ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ തെരഞ്ഞെടുക്കണം എന്നാണ് നമ്മുടെ പ്രവാചകൻ പോലും പഠിപ്പിച്ചത്. ഇനിയും ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയെ നിങ്ങളൊന്ന് കാണണം. അതിനെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം മെന്റൽ ഡെപ്ത് ഇല്ലാത്ത ആളുകൾക്ക് എന്തുണ്ടായിട്ടും വലിയ കാര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഇതാണ് ആ കുട്ടി. എത്രമാത്രം വേദന ആ കൊച്ച് സഹിച്ചിരിക്കാമെന്ന് ആലോചിച്ചു നോക്ക്. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് കുട്ടി ചോദിക്കുന്നു, പാപ്പ എനിക്ക് ഫോൺ റീചാർജ് ചെയ്യണം, 1500 രൂപ വേണം. നമ്മളൊക്കെ 199 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നവരാണ് കേട്ടോ. 1500 രൂപ വേണം. അപ്പോൾ വാപ്പയുടെ കയ്യിൽ 1300 രൂപ ഉണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് അദ്ദേഹം ഒരു നല്ല വാക്കും പറഞ്ഞു. പക്ഷേ 200 രൂപ കുറഞ്ഞു പോയതിന്റെ പേരിൽ കൊച്ചു കുറച്ച് വിഷം വാങ്ങിച്ചിട്ട് അങ്ങോട്ട് തിന്നു. കാരണം വാപ്പ 1500 കൊടുക്കണമായിരുന്നു. വാപ്പ കൂലിപ്പണിക്കാരനാ. മക്കളെ, നമ്മളുടെ കഷ്ടപ്പാടും വേദനകളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും ഇല്ലായ്മകളും അറിഞ്ഞു വളർത്തിയിട്ടില്ലെങ്കിൽ മക്കൾ സ്വാർത്ഥരായി സ്വന്തം താല്പര്യങ്ങൾക്കു മാത്രം മുൻതൂക്കം നൽകുന്നവരായിട്ടാണ് വളർന്നു വരുന്നതെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. ആ മാതാപിതാക്കൾ ഒരുപാട് കരയേണ്ടി വരും. വാപ്പയുടെ കയ്യിൽ ഉണ്ടോ ഇല്ലേ കൊച്ചിനൊരു വിഷയമല്ല. പിന്നെ കൊച്ച് ആശുപത്രിയിൽ പോയി കിടന്ന് നിലവിളിക്കുക, ഡോക്ടറെ എനിക്ക് ജീവിക്കണം, ഡോക്ടറെ എനിക്ക് ജീവിക്കണം, ഡോക്ടറെ. കരളിന്റെ കഷ്ണം പോലെ ആ പിതാവ് കൊണ്ടു നടന്നതാണ് ആ കൊച്ചിനെ. അത് ചതുപോയി. അതിന് മെന്റൽ ഡെപ്ത് ഉണ്ടായിരുന്നില്ല, അതിന് മെന്റലി സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല, അതിന് മരണമാണ് നല്ലതെന്ന് തോന്നി. എന്നിട്ട് ആ കൊച്ചു ആശുപത്രിയിൽ ഡോക്ടർമാരോട് പറയാത്രേ വാപ്പയെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന്. വാപ്പയുടെ കയ്യിൽ ഉണ്ടായിട്ട് കൊടുത്തില്ലെങ്കിലല്ലേ. വാപ്പ നിസ്സഹായനായി പറയുന്നു, എന്റെ കയ്യിലില്ല മോളെ, നാളെ തരാം. ഏതാനും മണിക്കൂറുകൾ ഫോണിന് വേണ്ടി ഒന്ന് കാത്തു നിൽക്കാൻ ഈ കൊച്ചിന് പറ്റിയില്ലല്ലോ. ഇത്രയും മനക്കെട്ടിയില്ലാത്ത ആളുകൾ ഏത് സമൂഹത്തിൽ പോയിട്ട് എന്തുണ്ടാക്കാനാ? ഈ രാജ്യത്തിന് എന്ത് രൂപത്തിലുള്ള സേവനം നൽകാനാ? ഞാനതൊന്നും വിശ്വസിക്കുന്നില്ലേ. ഒരുത്തി മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ബസ്സിൽ കയറി 2 മുലകളും താങ്ങി അടുത്തൊരു യുവാവ് നിന്നു, കൊണ്ടുപോയി മുലമുട്ടി വീഡിയോ എടുത്തു, എഡിറ്റ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചു. ആത്മാഭിമാനം ഭയന്ന് ആ യുവാവ്, ദീപക് എന്ന യുവാവ്, ജീവനൊടുക്കി. അവൾക്ക് യാതൊരു ചലനവുമില്ല. അവള് കാരണം ഒരു കാഫിറിനെ ഇല്ലാതാക്കിയല്ലോ. ഗീത, എൻ്റെ ജീവിതമൊക്കെ അങ്ങനെയായിരുന്നു. 16 വയസ്സിൽ ജീവിതം നായനക്കി. 8 വർഷം തികഞ്ഞില്ല, ഹാർട്ട് അറ്റാക്ക്. ഞാൻ 3 കുഞ്ഞുങ്ങളെ വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു ടീച്ചറെ. 1984 ഇപ്പോൾ ആ കഥയൊക്കെ മാറി. അതെ, മഹാരാജാസ് ഓലക്ക എടുത്ത് മൂലത്തിൽ കയറ്റിക്കോടാ, അതാ നിനക്ക് നല്ലത്. ചെല്ലെ. അല്ലെങ്കിൽ ബാപ്പായോ ഉമ്മായോ വല്ലതും ഉണ്ടെങ്കിൽ നീ കുനിഞ്ഞു നിന്ന് കൊടുത്ത ഓലക്കയും കയ്യിൽ കൊടുക്ക്, കയറ്റി തരും. ആ ഇസ്മായിലേ, ഇത് എന്റെ ചാറ്റ് ബോക്സ് അല്ലേടാ. ആ നീല ലെറ്ററിലുള്ള ആളുകളെ നീ കാണുന്നുണ്ടോ? നിന്നെയൊക്കെ പോലെയുള്ള ഒലക്കകൾക്ക് മറുപടി തരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാ. അവര് വെറുതെ ചേരക്കാനിരിക്കുന്നവരല്ല. അവര് കണക്കിന് തരുന്നുണ്ട്, വാങ്ങിച്ചിട്ട് പോയിക്കോ, അണ്ണാക്കിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് പോയിക്കോ. അപ്പോ മുലമുട്ടി ഒരുത്തനെ കൊന്നവൾ യാതൊരു കൂസലുമില്ലാതെ വീണ്ടും ഇറങ്ങിത്തിരിക്കുന്നു. ഒരു ചലനവുമില്ല. താൻ കാരണം ജീവൻ നഷ്ടപ്പെട്ടവന്റെ മാതാപിതാക്കളും കുഞ്ഞും ഭാര്യയും അവന്റെ ബന്ധുമിത്രാദികളും എന്റെ ലീലാവിലാസങ്ങൾ കാണുന്നുണ്ട് എന്ന് പോലും മനസ്സിലാക്കാതെ അവള് ഒരുമാതിരി കൊണയടിച്ച വർത്താനവുമായിട്ട് വന്നിരിക്കുന്നത് നോക്കിയേ. ആളുകൾ കൂടി ചേർന്നിട്ട് ഒരാളെ എതിർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 ആളുകൾ പറയുന്നത് ശരിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. പൊതുവെ ആളുകളില്ലേ പലപ്പോഴും സത്യത്തിന്റെ ശരിയുടെ കൂടെ ഒന്നല്ല. കുറെ ആളുകൾ എന്താണോ പറയുന്നത് അതിന്റെ കൂടെ, അല്ലെങ്കിൽ ഒച്ചത്തിൽ എന്താണോ കേൾക്കുന്നത് അതിന്റെ കൂടെയാണ്. എല്ലാവരും ഒരേ വഴി കൂടെ പോകുമ്പോൾ ഇത് ശരിയാണോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കുറച്ച് ധൈര്യമെങ്കിലും വേണം. ജനക്കൂട്ടത്തിന്റെ കൂടെ പോകാൻ വലിയ ധൈര്യമൊന്നും വേണ്ട.
പക്ഷെ ഞങ്ങൾക്ക് ധൈര്യമില്ല നിന്റെ കൂടെ യാത്ര ചെയ്യാനേ. നീ പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ട് ബസ്സിലൊക്കെ കയറിയിട്ട് നിന്റെ സാമാനങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ളവരെ ഒരക്കോല എന്നിട്ട് നീ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവരെ കുറ്റക്കാരനാക്കും. എല്ലാ മനുഷ്യരും ഒരേപോലെ അല്ലാന്നേ, ചിലർക്കൊന്നും സഹിക്കില്ല. നീ ഇനി പബ്ലിക്കിലേ ഇറങ്ങണ്ട, നീ ബൈക്കിൽ ഇങ്ങനെ ചുറ്റി കറങ്ങിയാൽ മതി. നീ പൊതുസ്ഥലത്തോ ബസ്സിൽ ഇറങ്ങിയാല് ഞങ്ങൾക്ക് പേടിയിൽ കുരിപ്പേ. നിന്റെ സാമാനം വെച്ച് വെച്ചിട്ടേ ബാക്കിയുള്ളവരെ നീ കൊല്ലോല. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അടിപൊളിയായോണ്ട് നിനക്ക് ഇതേപോലെ ബൈക്കിൽ ചുറ്റി നടക്കാല ഒരാളെ കൊന്നിട്ട്. വല്ലാത്തയാതി. ഒരു 10 ആളുകൾ ഇത്രയും മറുപടിയെങ്കിലും അവൾക്ക് കൊടുക്കണ്ടേ? ഇതുപോലെയുള്ള ചില ആളുകളും നമുക്കിടയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുക. ഇവരെയൊക്കെ ഈ രൂപത്തിലല്ലാതെ പിന്നെ എങ്ങനെ പറയണം? വല്ല നാണവും മാനവും ഉണ്ടെങ്കിൽ ഇവരിതൊക്കെ ആയിട്ട് എന്നിട്ട് അവൾ എൻ്റെ തട്ടമാണോ ഇവക്ക് തട്ടവും വേണ്ട, ഇവൾക്ക് മുലയ്ക്കു പകരം ബലൂണും വീർപ്പിച്ച് വെക്കണ്ട. നോക്കിക്കേ, അന്ന് അവള് ബസ്സിൽ കയറിയത് ഇങ്ങനെയായിരുന്നു, ഓട്ടിക്കിടന്ന് ആയിരുന്നോ? പശു ചാണകം ഇട്ടതുപോലെയായി. ഇപ്പൊ മുമ്പ് അങ്ങനെ ആയിരുന്നോ? അപ്പോൾ മനഃപൂർവ്വം ഒരു യുവാവിന്റെ ജീവൻ എടുക്കണം എന്ന നിശ്ചയത്തോടു കൂടി തന്നെയാണ് അവൾ ആ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവൾ ഇടുവാണ്. സോഷ്യൽ മീഡിയ ഇവളുടെ ജഡ്ജിങ് പാനലാണ്, സോഷ്യൽ മീഡിയയിൽ അല്ലല്ലോ. അങ്ങനെ ഇവൾക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവൾ ഇതുമായിട്ട് ഈ ഡിജിറ്റൽ തെളിവുകളുമായിട്ട് ഇവൾ പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കല്ലേ? പോയിട്ടില്ല. ഇവൾ എവിടെയാ പോയത്? സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്തിട്ട് ഇനി നിങ്ങൾ പറ ബാക്കി എന്ത് ചെയ്യണമെന്ന്. കാരണം എല്ലാം സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ ചെയ്യുന്ന ചരക്ക. ഇതുപോലെയൊക്കെയുള്ള തൊലിക്കട്ടിയും മനക്കട്ടിയുമായിട്ട് ആരാന്റെ ജീവൻ എടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എൻ്റെ പൊന്നാര സുഹൃത്തുക്കളെ എതിർക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇവരെ